ഫ്രണ്ട്സ്, റീമേക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഭാഷയിലെ നല്ലൊരു സിനിമ എടുത്ത് മറ്റൊരു ഭാഷയിലേക്ക് മാറ്റുക. പക്ഷേ ബോളിവുഡുകാർക്ക് റീമേക്ക് എന്ന് പറഞ്ഞാൽ നല്ല നാടൻ അടപ്രഥമൻ പായസം എടുത്ത് അതിനകത്ത് കോഴിക്കറിയും മയോണേസും ഒഴിച്ച് കുളമാക്കുക എന്നാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ സ്വന്തം മണിച്ചിത്രത്താഴ് ഹിന്ദിക്കാർ കൊണ്ടുപോയി ഭൂൽ ഭുലയ്യ ആക്കി മാറ്റിയ കഥയാണ്. നമുക്കാദ്യം മെയിൻ ക്യാരക്ടറിൽ നിന്ന് തന്നെ തുടങ്ങാം. മണിച്ചിത്രത്താഴിൽ ശോഭന ചേച്ചി നാഗവല്ലിയായിട്ട് മാറുന്ന ഒരു ലുക്കുണ്ട്. ആ കണ്ണിലെ ഭാവവും ഭയവും കണ്ടാൽ ആരായാലും ഒന്ന് പേടിക്കും. എന്നാൽ ബോളിവുഡിലേക്ക് വന്നപ്പോൾ നമ്മുടെ നാഗവല്ലി മഞ്ജുലികയായി. വിദ്യാബാലന്റെ ആ വലിയ കണ്ണുകളും അമിതമായി തല വെട്ടിക്കുന്ന ഡാൻസ് സ്റ്റെപ്പുകളും കുറച്ച് ഓവറായില്ലേ? അടുത്തത് നമ്മുടെ ലാലേട്ടൻ, ഡോക്ടർ സണ്ണി. പുള്ളി ഒരു സൈക്യാട്രിസ്റ്റ് ആണ്. സിനിമയിൽ വരുന്നത് തന്നെ നല്ല കാഷ്വൽ ആയിട്ട് കോമഡി ഒക്കെ അടിച്ച്, പക്ഷേ പുള്ളിയുടെ ഉള്ളിൽ നല്ല ബുദ്ധിയുണ്ട്. അതായിരുന്നു അതിന്റെ ഒരു റിയലിസ്റ്റിക് ഭംഗി. ഈ ഹരിക്കുമ്പോഴും കുളിക്കുമ്പോഴും ഉത്തര ശനിയാണെന്ന് തോന്നിയാവുന്ന ഹരിച്ചും കുളിച്ചും നോക്കുന്നല്ലേ. ഇനി ഇപ്പുറത്ത് അക്ഷയ് കുമാറിന്റെ ഡോക്ടർ ആദിത്യനെ നോക്കൂ. കൂളിംഗ് ഗ്ലാസ്, കഴുത്തിൽ മാല, കാതിൽ കടുക്കൻ, ഫുൾ കളർഫുൾ ലുക്ക്. കേസ് പഠിക്കാൻ വന്നിട്ട് ഫുൾ ടൈം കോമാളി കളിച്ച് സമയം കളയുകയായിരുന്നു. राजा विभूति नारायण, महल का असली भूत कोई और नहीं, तुम्हारी बीवी. ഇനി വരാൻ പോകുന്നത് സിനിമയിലെ ക്ലൈമാക്സിലെ ഏറ്റവും വലിയ കോമഡിയാണ്. ഗംഗ നാഗവല്ലിയായി മാറുന്ന ആ ഒരു ട്രാൻസ്ഫോർമേഷൻ സീൻ ഉണ്ടല്ലോ, എന്താ അഭിനയമല്ലേ! मुझे यहाँ से कहीं बाहर नहीं जाने देगा। आज दुर्गाष्टमी है, तेरा गला काट के तेरा खून पीना है। तेरे मुर्दे पे मुझे जाना है। നിങ്ങൾക്ക് ഇതിലേതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്? നമ്മുടെ മണിച്ചിത്രത്താഴോ അതോ അവരുടെ ഭൂൽ ഭുലയ്യയോ? താഴെ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.